അയർലൻഡിൽ 2 വർഷത്തെ പഠനത്തിന് ശേഷം കേരളത്തിലേക്ക് മടങ്ങിയെത്തുന്ന ആഷ്ലിയിലൂടെയാണ് സിനിമ ആരംഭിക്കുന്നത്. അയൽവീട്ടിൽ നടക്കുന്ന ഒരു വിവാഹം അവളെ വികാരാധീനയാക്കുന്നു. അത് രാജ്യം വിടുന്നതിന് മുൻപ് താൻ പ്രണയിച്ചിരുന്ന ജസ്റ്റിനെക്കുറിച്ചുള്ള ഓർമ്മകൾ അവളിൽ ഉണർത്തുന്നു. തുടർന്ന് അവരുടെ പ്രണയബന്ധത്തിലേക്ക് നയിച്ച സംഭവങ്ങൾ വിവരിക്കുന്നതിനായി കഥ 2 വർഷം പിന്നിലേക്കേക്ക് സഞ്ചരിക്കുന്നു. മുണ്ടക്കയം സ്വദേശിയായ കോളേജ് വിദ്യാർത്ഥിനിയായ ആഷ്ലി സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കാരണം കുടുംബത്തോടൊപ്പം അങ്കമാലിയിലേക്ക് താമസം മാറുന്നു. തൻ്റെ ബാല്യകാല വീടും സുഹൃത്തുക്കളും സംഗീത ജീവിതവും അവൾക്ക് അവിടെ ഉപേക്ഷിക്കേണ്ടി വരുന്നു. മാതാപിതാക്കൾക്കും അനുജനുമൊപ്പമാണ് ആഷ്ലി താമസിക്കുന്നത്. മദ്യപാനിയായ പിതാവ് കുടുംബകാര്യങ്ങളിൽ കാര്യമായ ഉത്തരവാദിത്തം കാണിക്കാത്തയാളാണ്. അതിനാൽ കുടുംബത്തിൻ്റെ ഭൂരിഭാഗം കാര്യങ്ങളും അമ്മയാണ് കൈകാര്യം ചെയ്യുന്നത്. പുതിയ സ്ഥലത്ത് താമസമാക്കിയതോടെ തൊട്ടടുത്ത വീട്ടിൽ താമസിക്കുന്ന തന്നെക്കാൾ ഏറെ പ്രായക്കൂടുതലുള്ള ബാച്ചിലറായ ജസ്റ്റിൻ ഉൾപ്പെടെയുള്ള നാട്ടുകാരുമായി ആഷ്ലി പരിചയത്തിലാകുന്നു. നാട്ടുകാർക്കിടയിൽ ഏറെ പ്രിയങ്കരനും സുപരിചിതനുമാണ് ജസ്റ്റിൻ. ഒരു കാറ്ററിംഗ് ബിസിനസ് നടത്തുന്ന അയാൾ മറ്റുള്ളവരുടെ പ്രശ്നങ്ങളിൽ സഹായിക്കുകയും തൻ്റെ അനുജൻ ജോയലിൻ്റെ ഷോർട്ട് ഫിലിം സംരംഭങ്ങളിൽ പിന്തുണ നൽകുകയും ചെയ്യുന്നു. സംഗീതത്തോട് വലിയ അഭിനിവേശമുള്ള അയാൾ MP3 കിങ് എന്ന പേരിലും നാട്ടിൽ അറിയപ്പെടുന്നു. അമേരിക്കൻ ഓൾട്ടർനേറ്റീവ് റോക്ക് ബാൻഡായ ദ ബ്രീഡേഴ്സ് ഉൾപ്പെടെയുള്ള സംഗീതത്തോടുള്ള താൽപ്പര്യം ആഷ്ലിയും ജസ്റ്റിനും പങ്കിടുന്നു. സംഗീതത്തിലുള്ള ഈ പൊതുവായ താൽപ്പര്യം അവരെ കൂടുതൽ അടുപ്പിക്കുന്നു. അയൽപ്പക്കത്തുള്ള തന്നേക്കാൾ പ്രായം കുറഞ്ഞ ഗ്ലിക്സൺ എന്ന യുവാവുമായും ആഷ്ലിക്ക് പരിചയമുണ്ടാകുകയും അയാൾക്ക് അവളോട് താൽപ്പര്യം തോന്നുകയും ചെയ്യുന്നുണ്ടെങ്കിലും ക്രമേണ അവൾക്ക് ജസ്റ്റിനോടാണ് പ്രണയം തോന്നുന്നു. ഒടുവിൽ താൻ ജസ്റ്റിനെയാണ് പ്രണയിക്കുന്നതെന്ന് ആഷ്ലി തിരിച്ചറിയുകയും അവനോടത് തുറന്ന് പറയുകയും ചെയ്യുന്നു. പ്രായത്തിലുള്ള വലിയ വ്യത്യാസം കാരണം ജസ്റ്റിന് ആദ്യം അസ്വസ്ഥത അനുഭവപ്പെടുന്നു. കൂടാതെ മുൻപൊരു വലിയ നഷ്ടം നേരിട്ടതിനാൽ വിവാഹം കഴിക്കേണ്ടതില്ലെന്ന് അവൻ തീരുമാനിച്ചിരുന്നു. ആഷ്ലിയെ അവഗണിക്കാനാണ് അവൻ ആദ്യം ശ്രമിച്ചതെങ്കിലും ഒടുവിൽ അവനും അവളുമായി പ്രണയത്തിലാണെന്ന് തിരിച്ചറിയുന്നു. കന്യാസ്ത്രീയായ കുഞ്ഞാൻ്റിയുടെ സഹായത്തോടെ അവർ പരസ്പരമുള്ള തങ്ങളുടെ പ്രണയം തിരിച്ചറിയുകയും അംഗീകരിക്കുകയും ചെയ്യുന്നു. പ്രായവ്യത്യാസം കാരണം തങ്ങളുടെ ബന്ധം കുടുംബവും അയൽക്കാരും അംഗീകരിച്ചേക്കില്ലെന്നറിയാവുന്നതുകൊണ്ട് ആഷ്ലിയും ജസ്റ്റിനും രഹസ്യമായി പ്രണയിക്കാൻ തുടങ്ങുന്നു. മറ്റുള്ളവരുടെ സാന്നിധ്യത്തിൽ അപരിചിതരെ പോലെ പെരുമാറാൻ ജസ്റ്റിൻ ആഷ്ലിയോട് ആവശ്യപ്പെടുന്നു. അതേസമയം അവർക്ക് ചുറ്റുമുള്ളവരുടെ ജീവിതവും സിനിമയിൽ അനാവരണം ചെയ്യപ്പെടുന്നു. ജസ്റ്റിൻ്റെ ഇളയ സഹോദരൻ ജോയൽ സയൂജ്യയുമായി പ്രണയത്തിലാകുന്നത് പുതിയ ചില സങ്കീർണതകൾക്ക് വഴിവെക്കുന്നു. ഒടുവിൽ ആഷ്ലിയും ജസ്റ്റിനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ആഷ്ലിയുടെ അമ്മാവൻ അലക്സ് അറിയാനിടയാകുന്നു. ഈ ബന്ധത്തെ ശക്തമായി എതിർക്കുന്ന അദ്ദേഹം ഇക്കാര്യം കുടുംബാംഗങ്ങളെയും സുഹൃത്തുക്കളെയും അറിയിക്കുകയും അതുവഴി അവരുടെ രഹസ്യപ്രണയം പരസ്യമാവുകയും ചെയ്യുന്നു. കുടുംബത്തിൽ നിന്നും, പ്രത്യേകിച്ച് അമ്മയിൽ നിന്നും ആഷ്ലിക്ക് കടുത്ത എതിർപ്പ് നേരിടേണ്ടി വരുന്നു. ഭർത്താവിൻ്റെ മദ്യപാനവും ഉത്തരവാദിത്തമില്ലായ്മയും കാരണം സാമ്പത്തികമായി ഏറെ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച ആഷ്ലിയുടെ അമ്മ കുടുംബത്തിൻ്റെ ഭാവിയിൽ വലിയൊരു പങ്ക് ആഷ്ലിയിലാണെന്ന് വിശ്വസിക്കുന്നു. മകൾ പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നും വിദേശത്ത് പോയി കുടുംബത്തെ സാമ്പത്തികമായി സഹായിക്കണമെന്നും അവർ ആഗ്രഹിക്കുന്നു. അതിനാൽ ജസ്റ്റിനുമായുള്ള ബന്ധം അവസാനിപ്പിക്കാൻ ആഷ്ലിയെ ബോധ്യപ്പെടുത്താൻ അവർ ശ്രമിക്കുന്നു. കുടുംബത്തിൽ നിന്നുള്ള സമ്മർദ്ദം, പ്രായവ്യത്യാസം, ജസ്റ്റിൻ്റെ തന്നെ മനസ്സിലുള്ള അവ്യക്തത എന്നിവ അവരുടെ ബന്ധം തകരുന്നതിലേക്ക് നയിക്കുന്നു. ആഷ്ലിയെ തന്നോടൊപ്പം തുടരാൻ നിർബന്ധിക്കേണ്ടതില്ലെന്ന് ജസ്റ്റിൻ തീരുമാനിക്കുന്നു. അവളെ നഷ്ടപ്പെട്ടാലും ശരി, സ്വന്തം ഭാവി തിരഞ്ഞെടുക്കാനുള്ള അവകാശം അവൾക്കുണ്ടെന്ന് അവൻ കരുതുന്നു. വിദേശത്തെ ജീവിതത്തിന് ശേഷം ആഷ്ലി കേരളത്തിൽ തിരിച്ചെത്തുന്നതോടെ കഥ വർത്തമാനകാലത്തേക്ക് മടങ്ങുന്നു.
തൊട്ടടുത്ത വീട്ടിൽ നടക്കുന്ന വിവാഹം ജസ്റ്റിനെക്കുറിച്ചുള്ള ഓർമ്മകൾ അവളിൽ വീണ്ടും ഉണർത്തുന്നു. വേർപിരിയലിന് ശേഷം കണ്ടുമുട്ടുന്ന അവർക്ക് തങ്ങൾ ഉപേക്ഷിക്കാൻ ശ്രമിച്ച വികാരങ്ങളെ നേരിടേണ്ടി വരുന്നു. തങ്ങളുടെ ബന്ധം പുനരാരംഭിക്കണോ എന്ന കാര്യത്തിൽ ജസ്റ്റിന് ആദ്യം സംശയമുണ്ടായിരുന്നു. എന്നാൽ ആഷ്ലിയെ വീണ്ടും കണ്ടപ്പോൾ അവളോടുള്ള തൻ്റെ വികാരങ്ങൾ മാഞ്ഞു പോയിട്ടില്ലെന്ന് അവന് ബോധ്യപ്പെടുന്നു. അവരുടെ ബന്ധത്തെക്കുറിച്ചും ഒരുമിച്ച് ചെലവഴിച്ച നിമിഷങ്ങളെക്കുറിച്ചും അവൻ ഓർക്കുന്ന രംഗങ്ങൾ ഇതിൽ കാണാം. സ്നേഹക്കുറവ് കൊണ്ടല്ല, മറിച്ച് ഭയം മൂലവും മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെക്കുറിച്ചുള്ള ആശങ്ക മൂലവുമാണ് താൻ ആഷ്ലിയിൽ നിന്ന് അകന്നു നിന്നതെന്ന് ഒടുവിൽ അവന് മനസ്സിലാകുന്നു. തൻ്റെ വികാരങ്ങളിൽ നിന്ന് ഒളിച്ചോടുന്നത് അവസാനിപ്പിക്കാൻ ജസ്റ്റിൻ തീരുമാനിക്കുകയും സ്വന്തം തീരുമാനങ്ങൾ എടുക്കാൻ ആഷ്ലിക്ക് പ്രാപ്തിയുണ്ടെന്ന് അംഗീകരിക്കുകയും ചെയ്യുന്നു. ആഷ്ലിയും ജസ്റ്റിനും തമ്മിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുകയും അവരുടെ ബന്ധത്തിന് ഒരു രണ്ടാം ജന്മം ലഭിക്കുകയും ചെയ്യുന്നു.